നമസ്തേ. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ട്യൂട്ടോറിയൽ ചെയ്യാൻ പോകുന്നത് ദുർഗാ ദേവിയെ സ്തുതിച്ചുകൊണ്ടുള്ള മഹിഷാസുരമർദിനി ശ്ലോകങ്ങളാണ്. ഇത് ഈ അടുത്ത ഇടയ്ക്ക് എൻ്റെ ഒരു സുഹൃത്ത് ആവശ്യപ്പെട്ടിരുന്നു. അത് പക്ഷേ ഇപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് വിജയദശമിക്ക് മുൻപിലാണത്. ഉടനെ ഇടുന്ന എല്ലാവർക്കും അത് പഠിച്ച് പ്രയോജനമാകാനാണ്. അതുകൊണ്ട് നമുക്ക് ആ ശ്ലോകം ഒന്ന് ചൊല്ലാം. ആയിഗിരി നന്ദിനി നന്ദിതമേദിനി വിശ്വവിനോദിനി നന്ദിനുദേ ഗിരിവരവിന്ധ്യ ശിരോധിനി വാസിനി വിഷ്ണുവിലാസിനി വിഷ്ണുനുദേ ഭഗവതി ഹേശിതി കണ്ട കുടുംബിനി ഭൂരി കുടുംബിനി ഭൂരി കൃതേ ജയ ജയ ഹേ മഹിഷാസുര മർദിനി രമ്യകവർദിനി ശൈലസുതേ സുരവരവർഷിണി ദുർധരധർഷിണി ദുർമുഖമർഷിണി ഹർഷരദേ ത്രിഭുവനപോഷിണി ശങ്കരതോഷിണി കീൽവിഷമോഷിണി ഘോഷരദേ ധനുജനിരോഷിണി ദിതിസുതരോഷിണി ദുർമദശോഷിണി സിന്ധുസുതേ ജയ ജയ ഹേ മഹിഷാസുര മർദിനി രമ്യകവർദിനി ശൈലസുതേ. ഇങ്ങനെ അങ്ങോട്ട് പോകും. 21 ശ്ലോകങ്ങളാണുള്ളത്. അതിൽ നമുക്ക് ആവശ്യത്തിനുള്ളത് വായിക്കാം. 3-4 ശ്ലോകങ്ങൾ അറിഞ്ഞിരിക്കാൻ പഠിക്കുക. വിജയദശമി ദിവസം ഇത് വായിക്കണം. ഇത് അതിന് മുൻപാണ്, അതുകൊണ്ടാണ് സ്പീഡിൽ ഞാൻ ഇട്ടിരിക്കുന്നത്. അത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് വായിക്കണം. കൂടുതൽ നൊട്ടേഷനൊന്നുമില്ല. 1-2 വരി നൊട്ടേഷനാണുള്ളത്. ഇത് തന്നെയാണ് ആവർത്തിക്കുന്നത്. അപ്പോൾ ഇത് രചിച്ചിരിക്കുന്നത് ശങ്കരാചാര്യര് ആണെന്നും തെന്നാലിരാമൻ ആണെന്നും പറയുന്നു. ഇത് രേവതി രാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് അതിൻ്റെ ആരോഹണം അവരോഹണം ഒന്ന് വായിക്കാം. സാരി മാ പനി സാ സാരി മാ പനി സാ. സ്വരസ്ഥാനങ്ങളിൽ ഷഡ്ജം ശുദ്ധ ഋഷഭം, സാരി മാ ശുദ്ധ മധ്യമം, പാ കൈശി നിഷാദം. പക്ഷെ ഇത് വായിച്ചു വരുമ്പോൾ ശുദ്ധ ഋഷഭത്തിന്റെ കൂടെ തന്നെ ചതുശ്രുതി ഋഷഭവും ചില സ്ഥലങ്ങളിൽ വരുന്നുണ്ട്. അത് പറഞ്ഞു തരാം. ഐഗിരി സാരി ഐഗിരി അത് വരും. ഐഗിരി നന്ദിനി നന്ദിതമേദിനി സായാണ്. വിശ്വവിനോദിനി അതെല്ലാം ശുദ്ധ ഋഷഭമാണ്. മാത ചെയ്യണം. അവിടെ നീ 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 വാരിതി ഋഷഭം ഗമം കൊടുത്ത് ഋഷഭം പിന്നെ ശുദ്ധ ഋഷഭം.
നിർത്തുക. അപ്പം ഏത് വായിച്ചാലും വായിച്ചാൽ ഇതേ നൊട്ടേഷനാണ്. അപ്പം ചതുശ്രുതി രിഷഭം എവിടെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പ്രാക്ടീസ് ചെയ്യുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഇത് അറിഞ്ഞുകൂടാത്തവർ, എൻ്റെ എല്ലാ സുഹൃത്തുക്കളും ഇത് നിർബന്ധമായും പഠിച്ചിരിക്കണം. പഠിച്ച് വിജയദശമി നാളിൽ ഇത് നന്നായിട്ട് വിളക്കണമെങ്കിൽ ഇത് വായിക്കുക. എല്ലാവർക്കും ഇതിൻ്റെ ദുർഗാദേവിയുടെ ഐശ്വര്യം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും വീണ്ടും വിജയദശമി ആശംസകൾ അറിയിച്ചു കൊള്ളുന്നു. പുതിയതായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വായിച്ചിട്ട് കമൻസുകൾ രേഖപ്പെടുത്തുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ